ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയാണ്. ഈശോ ഇന്ന് നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിഭൂതി ബുധനാണ്. നമ്മളൊക്കെ ചാരം പൂശുന്നു. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കർത്താവിലേക്കുള്ള ഒരു മടങ്ങിപ്പോകലാണ്. നല്ലൊരു നോമ്പുകാലം കൂടി നേരുകയാണ്. നമ്മളിന്ന് ശ്രവിക്കുന്ന വചനം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രവൃത്തികൾ ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതാ ഇന്ന് ഈശോ വ്യക്തമാക്കി തരിക. വേറെ ആരെങ്കിലും കാണിക്കുവാൻ വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരുടെ പ്രശംസ കിട്ടുന്നതോടുകൂടി തന്നെ നിന്റെ പ്രതിഫലം തീർന്നു. നോമ്പിൻ്റെ അരൂപിയിലൂടെ പോകുമ്പോൾ പിതാവിലേക്കുള്ള ഒരു തിരിഞ്ഞുപോക്കാണ്. ദൈവം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ പറഞ്ഞാൽ നിന്നിൽ മാത്രം ലക്ഷ്യം വയ്ക്കുവാനായിട്ട്, സ്വർഗത്തിൽ നിന്ന് മാത്രം പ്രതിഫലം പ്രതീക്ഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. മറ്റാരെയും കാണിക്കുവാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കട്ടെ. നീ മാത്രമായിരിക്കട്ടെ ലക്ഷ്യം. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യൻ നീ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഇൻ ചങ്ങലകൾ തകർത്തു. ഈശോവിൻ നാമത്തിൽ രക്ഷ. യേശുനാഥ അങ്ങേ